ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന് ഇന്ന് കണ്ണൂർ ജില്ലയിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളുണ്ട്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇന്ന് കണ്ണൂർ ജില്ലയിലുണ്ട്. മന്ത്രി വീണ ജോർജ് പരിപാടി കഴിഞ്ഞ് വന്ദേ ഭാരത് ട്രെയിനിന് കയറാൻ എറണാകുളം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയതാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വണ്ടി കയറാനുള്ള ശ്രമത്തിനിടയിലാണ് പ്ലാറ്റ്ഫോമിൽ KSU വിഭാഗത്തിൽപ്പെട്ടവർ എന്ന നിലയിൽ വീണ ജോർജിനെതിരായിട്ട് ആക്രമണം നടക്കുന്നത്. ആക്രമണത്തിൽ അവർക്ക് കൈക്കും കഴുത്തിനും പരിക്കുപറ്റി കണ്ണൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷമുള്ള വിശദാംശങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് അവരുടെ വീട് യൂത്ത് കോൺഗ്രസ്സുകാർ വീട്ടിൽ അതിക്രമിച്ച് കയറി അവരെ ആക്രമിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അപ്പോൾ അവർ വീട്ടിലുണ്ടായിരുന്നില്ല. കലാപമുണ്ടാക്കിയവർ നാശനഷ്ടങ്ങളുണ്ടാക്കി. പത്തനംതിട്ട ജില്ലയിൽ അവർ പങ്കെടുത്ത പരിപാടിയുമായി ബന്ധപ്പെട്ടും അവർക്കെതിരായിട്ട് അക്രമശ്രമമുണ്ടായി, കയ്യേറ്റ ശ്രമമുണ്ടായി. കേരളത്തിൽ ഒരു വനിതാ മന്ത്രിക്കെതിരായി ഇത്രയും നികൃഷ്ടമായ ഒരു കാര്യം നടക്കുന്നത് ആദ്യമായിട്ടാണ്. നിങ്ങളെല്ലാം ശ്രദ്ധയിലുണ്ടാവും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും വിവിധ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സമരങ്ങൾ പലതും അക്രമാസക്തമായിരുന്നു. പോലീസിന് നേരെ എല്ലാ സന്ദർഭങ്ങളിലും അവർ ആക്രമിച്ചു. പോലീസ് അങ്ങേയറ്റം സംയമനം പാലിച്ചതിൻ്റെ ഭാഗമായി മറ്റ് കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് കഴിഞ്ഞത്. ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് കലാപമുണ്ടാക്കാൻ കുറേ കാലമായി കേരളത്തിൽ കോൺഗ്രസ് ശ്രമിച്ചു വരികയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. എന്നിട്ട് കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ആക്രമിച്ച സംഭവത്തിൽ എന്താണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്? ഈ പ്രശ്നത്തിൽ കോൺഗ്രസിൻ്റെ സമീപനം എന്താണ്? ഈ കാര്യത്തിൽ UDFൻ്റെ നിലപാടെന്താണ്? കേരളത്തിലെ ഒരു പ്രതിപക്ഷ ഉപനേതാവുണ്ട്. ഈ പ്രശ്നത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്? ഈ അക്രമത്തെ അവർ അംഗീകരിക്കുന്നുണ്ടോ? ഈ അക്രമത്തെ ന്യായീകരിക്കുന്നുണ്ടോ? ഇത് അങ്ങേയറ്റം നികൃഷ്ടമായ സംഭവമാണ് കേരളത്തിൻ്റെ മണ്ണിൽ അരങ്ങേറിയിട്ടുള്ളത്. എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് അക്രമം നടത്തി മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം, സംസ്ഥാനതല യോഗം തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ ചേർന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രി വീണയ്ക്കെതിരായി നടന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയുണ്ടായി. ഇത് കേരളത്തിൽ ആവർത്തിക്കരുത് എന്ന് ബന്ധപ്പെട്ട വിഭാഗങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ ആക്രമണം വീണ്ടും അവർ തുടരുന്നു എന്നതാണ് ഇന്നത്തെ കണ്ണൂർ സംഭവം തെളിയിക്കുന്നത്. മന്ത്രി വീണ ജോർജിനെതിരായി നടന്ന ഈ ഏകപക്ഷീയമായ ആക്രമണം, ഈ ആക്രമണം കേരളത്തിലെ ജനാധിപത്യ പാരമ്പര്യത്തിന് കളങ്കമുണ്ടാക്കുന്നതാണ്. ഈ നിഷ്ഠൂരമായ നടപടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി പ്രതിഷേധിക്കുന്നു. കേരള വ്യാപകമായി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൽ ഈ തെറ്റായ സംഭവത്തിന് എതിരായി, ആക്രമണത്തിനെതിരായി ശക്തമായ പ്രതിഷേധമുയരേണ്ടതുണ്ട്.
ഇവിടെ യു ഡി എഫിലെ കക്ഷികളായ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൻ്റെയും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെയും ഈ പ്രശ്നങ്ങളുടെ അഭിപ്രായം അറിയണം എന്ന് കേരളത്തിന് ആഗ്രഹമുണ്ട്. ഈ അക്രമം അവർ അവസാനിപ്പിക്കുമോ? ഈ അക്രമം തുടരാനാണോ അവർ ഭാവിക്കുന്നത്? ഒരു കാരണവശാലും സമൂഹത്തിൽ ഇത്തരം അക്രമ സംഭവങ്ങളെ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളും അംഗീകരിക്കാത്തതാണ്. ഇപ്പം ജനഹിതത്തിനെതിരായിട്ടുള്ള നിലപാടാണ്. കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഫലമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആ അന്തരീക്ഷം കേരളത്തിൽ മാറുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വരും എന്ന നിലപാട് കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം ആകെ മാറിയിട്ടുണ്ട്. അത് മാറി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം UDF കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കുന്ന കളവ്, തെറ്റായ രീതി, തെറ്റായ നിലപാടുകൾ, ജനങ്ങളെ പ്രകോപിതരാക്കുന്ന സമീപനം, വിശ്വാസികളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സമീപനങ്ങൾ, ഈ സമീപനങ്ങളെല്ലാം അവർ തുടരുന്നു എന്നുള്ളതുകൊണ്ട് ജനങ്ങൾ UDFനെതിരായ നിലപാടിലേക്ക് ശക്തമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്.